ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഞാൻ എൻ്റേതായ രീതിയിലാണ് പറയുന്നത്. യൂട്യൂബ് ചാനൽ കണ്ടാണ് ഞാനും പഠിച്ചത്. ഇപ്പോൾ ഞാൻ സൂചി കൊണ്ടുള്ള ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. പാൽപ്പൊടി കൊണ്ടും കോയ കൊണ്ടും ഒക്കെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ സൂചി കൊണ്ടുള്ളതാണ്. നല്ല പെർഫെക്റ്റായിട്ട് നല്ലതായിട്ട് ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. 2 കപ്പ് സൂചി എടുത്തിട്ടുണ്ട്. സൂചി ചെറിയതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, റോസ്റ്റഡ് അല്ലാത്തത് കൊണ്ടാണ്. അതിൻ്റെ കൂടെ ലേശ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏത് കപ്പിനാണോ സൂചി എടുത്തത് അതേ കപ്പിന് അതിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റിയിൽ പാല്, തിളപ്പിച്ചാറിയ പാലൊഴിച്ച് ഇളക്കണം. നല്ലപോലെ ഇളക്കി പാത്രം വിട്ട് വരുന്ന പരുവം വരെയും ഇളക്കണം. ഇളക്കിയിട്ട് അടച്ച് വെക്കാം. കട്ട പിടിക്കാതെ നോക്കണം, എന്നാലും ചെറിയ കട്ടകൾ കാണും. ഇളക്കി അടച്ച് വെക്കണം. ചെറിയ ചൂടായി കഴിയുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് നല്ലതുപോലെ കുഴച്ച് മയപ്പെടുത്തണം. നല്ലതുപോലെ കുഴയ്ക്കണം. കുഴച്ച് മയമുള്ള ഡോ ആക്കി മാറ്റണം. എന്നാൽ മാവിന് കട്ടി വേണം താനും, അല്ലാതങ്ങ് കുഴഞ്ഞു പോകരുത്. ഈ കാണുന്ന പോലെ എന്നിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ബോൾ ഉരുട്ടിയെടുക്കുമ്പോൾ അത് പൊട്ടൽ കാണരുത്. നല്ലതുപോലെ ഉരുട്ടിക്കോണം. നല്ലതുപോലെ ഉരുണ്ട് വരണം. എവിടെ ജോയിൻ്റ് വന്നേന്നുള്ള പാട് കാണാത്ത പോലെ നല്ല രീതി ഉരുട്ടി ശരിയാക്കണം. അതെ, ഞാൻ ഉരുട്ടി ഇത്രയാക്കി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വറക്കണം. അതിന് മുമ്പായിട്ട് ഗുലാബ് ജാമുന് വേണ്ട സിറപ്പ് റെഡിയാക്കാം. എത്ര കപ്പ് ഷുഗർ എടുക്കുന്നോ അത്രയും കപ്പ് വെള്ളം എടുത്ത് ഞാൻ അങ്ങനെ എടുത്തേക്കുന്നത്. എന്നിട്ട് തിളപ്പിച്ച് ഒരു ഏലക്ക, 1-2 ഏലക്ക ചതച്ചതും കൂടി ഇടണം. എന്നിട്ടത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇത് നമുക്ക് ഗുലാബ് ജാമുൻ വറുത്ത് കോരി അതിലിടുകയും വേണം. ഗുലാബ് ജാമുൻ വറക്കുന്നതിന് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഇത് കുറച്ചെണ്ണം പെരുക്കിയിട്ട് ഈ കാണുന്ന ഒരു കളറാകുമ്പോൾ, ബ്രൗൺ കളറാകുമ്പോൾ എടുത്തേച്ചാൽ മതി. കാലാ ജാമുൻ എന്ന് പറയും. ഇത് കുറച്ചുകൂടെ കറുപ്പിച്ചെടുക്കുന്ന കാലാ ജാമുൻ. എന്നിട്ട് ചെറിയ ചൂട് സിറപ്പിന് കാണണം. ആ ചൂടോടെ തന്നെ ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കാം. 2 ബാച്ചും വറുത്തെടുത്തിട്ടുണ്ട്. ഇട്ട് അത് കുറേ നേരം ഇരിക്കണം. കുറേ നേരം ഇരുന്നെങ്കിൽ മാത്രമേ ആ സിറപ്പ് മൊത്തം ഗുലാബ് ജാമുൻ അബ്സോർവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് അബ്സോർവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ചെറിയ വറുത്ത ബോൾസ് നല്ല വലിയതാകും. അപ്പോൾ എന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് ഗാർണിഷ് ചെയ്ത് വെച്ചാൽ മതി. നല്ല ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.